ചക്രകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ടോപ്പിക്. അത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഇപ്പോഴുണ്ടോ സ്ക്രീനിൽ ആ ഇമേജ്? യെസ്. അപ്പൊ ആ സെന്ററിൽ കാണുന്ന ചക്രകൾ. അപ്പൊ ആദ്യം ചക്രകളുടെ ടോപ്പിക്കിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമുക്ക് എത്ര ശരീരമുണ്ട്? ഇത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 3. ആര് പറഞ്ഞു 3? ആരാ പറഞ്ഞോ ധൈര്യത്തിൽ പേര് പറഞ്ഞോ. രാജേഷ് കുമാർ. ഓക്കെ. ഇനി എത്ര പേര് രാജേഷ് കുമാറുമായിട്ട് സഹകരിക്കുന്ന പേരുണ്ട് 3? ഇനി അതല്ല 2 ഉള്ളൂ അല്ല 4 ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? 3 സർ. 3. ഓക്കെ. വേറെ ആൾക്കാർക്ക് എന്താ പറയാനുള്ളത്? ഒത്തിരി പേരുണ്ട്, പറഞ്ഞോ. അപ്പൊ രാജേഷിന്റെ കൂടെ തന്നെ പോവാന്ന് സഹകരിക്കുന്നുണ്ട് എല്ലാവരും? ഓ ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 3 ശരീരമുണ്ട്. കറക്റ്റ് ഉത്തരം അത്. അപ്പൊ 3 ശരീരമുണ്ട്. എന്തൊക്കെയാണ് ആ 3 ശരീരം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കട്ടെ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ആത്മീയ ശരീരം. എന്ന് പറഞ്ഞാൽ ആത്മാവ്. യെസ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ആത്മാവ്. ഇതിൽ നമ്മൾ ഏതാണ് ഈ 3-ല്? സ്ഥൂലം. ഓക്കെ. പിന്നെ വേറെ ആർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറഞ്ഞോ. 3 ചേർന്നാണല്ലോ നമ്മള്. 3 ചേർന്ന്. പിന്നെ വേറെ നമ്മൾ ഇതിൽ ഏതാണ്? ഈ 3-ൽ ഏതാണ്? ഒരാൾ പറഞ്ഞു 3 ചേർന്ന്, ഒരാൾ പറഞ്ഞു സൂക്ഷ്മം, വേറെ ആത്മീയത അല്ലെ? ആത്മാവ്. ഓക്കെ, ശരി. മൂന്നാമതൊരു ഉത്തരം കിട്ടി, ആത്മാവ്. വേറെ? നമ്മള് 3 ചേർന്നതാണ്. നമ്മൾ കാണുന്നത്, നേരിട്ട് കാണുന്നത് സ്ഥൂലമാണ്. നേരിട്ട് കാണുന്നത് സ്ഥൂലാണ്, 3 ചേർന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൽ ഒന്നാണ് നമ്മൾ. അതാണ് എനിക്ക് അറിയേണ്ടത്. ഉത്തരം അതാണ് വേണ്ടത്. ആ ഉത്തരം വേണ്ടത്. സ്ഥൂലം. അപ്പൊ അങ്ങനെയായി. അപ്പൊ എല്ലാം കിട്ടി, 4ഉം കിട്ടി. അപ്പൊ സ്ഥൂലമാണ്, സൂക്ഷ്മമാണ്, ഇതെല്ലാം ചേർന്നതുമാണ്, ആത്മാവുമാണെന്നും കിട്ടി. അപ്പൊ എല്ലാ ഉത്തരം കിട്ടി. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ആത്മാവാണ്. ആത്മാവാണ് നമ്മൾ. ആത്മാവ് ഒരു ശരീരം സ്വീകരിച്ചിരിക്കുക, അല്ലാതെ ശരീരം ആത്മാവിനെ സ്വീകരിച്ചതല്ല. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളാം. നമ്മൾ ആത്മാവാണ്. സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലൊക്കെ വരുമ്പോൾ, റേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആത്മീയതയിലേക്കാണ് കയറുന്നത്. അത്രയും ആത്മീയമായിട്ടുള്ള പവർ നിങ്ങൾക്കുണ്ടാവും. പ്യൂരിറ്റി ഇസ് ദ ഫോഴ്സ് എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ സെക്കൻഡ് ലെവൽ വരുമ്പോൾ നിങ്ങൾ സിമ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾ മോർ പവർഫുൾ ആകുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അവയർനെസ് മോർ ആയിരിക്കുകയാണ്. വിജ്ഞാനം എന്ന് പറയും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള അറിവുകൾ. വിജ്ഞാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിൻ്റെ അംശമാണ്. അപ്പം നമ്മൾ ഒരു കാലത്ത് സ്പിരിച്വൽ വേൾഡിലായിരുന്നു. ആ സ്പിരിച്വൽ വേൾഡിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോൾ പല ശരീരത്തിൽ പിന്നെ ഒരു മടുപ്പ് വരും. ആ മടുപ്പിൻ്റെ തുടക്കമാണ് ഇപ്പോൾ റേക്കി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നത് തന്നെ. പലതും പഠിക്കാൻ എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലാണ്. ഒന്നിക്കലും നമുക്കൊരു മടുപ്പ് ജീവിതത്തോടു കൂടി തുടങ്ങും. ഇനി അതല്ല, എന്തെങ്കിലും ഒരു ആഗ്രഹം, നമുക്ക് ധനമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആഗ്രഹമായിരിക്കും, ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ പോണത്. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമസത്യം എന്താണെന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ, ഇങ്ങനെ 2-3 രീതിയിലുള്ള 4 കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഈ പറഞ്ഞ 3 രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ ആത്മീയതയിലേക്ക് വരാനുള്ള ഒരു അവസരം. അപ്പം റേക്കി നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുക. ഈശ്വരനായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. നിങ്ങൾക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യുമെന്നുള്ള ഈശ്വരന് നേരത്തെ അറിയാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക ഇത്. അപ്പോൾ ഈ ചക്രകളുടെ ടോപ്പിക്കിൽ നമ്മുടെ ചക്രകളെല്ലാം കിടക്കുന്നത് സൂക്ഷ്മ ശരീരത്തിനകത്താണ്. ചക്രകൾ കിടക്കുന്നത് ഒക്കെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനകത്താണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഷട്ടിൽ ബോഡി എന്ന് പറയും. സ്ഥൂല ശരീരത്തിന് പറയുന്നത് ഗ്രോസ് ബോഡി എന്ന് പറയും. സ്ഥൂല ശരീരത്തിന്. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ആത്മാവ്. ഗ്രോസ് ബോഡി, ഷട്ടിൽ ബോഡി, സോൾ. ആത്മാവ്, സോൾ. അപ്പം നമ്മുടെ പ്രവൃത്തികൾ ഇപ്പം മൊത്തമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവുമായി കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
അപ്പൊ ആത്മാവിന്റെ തലത്തിലെത്താൻ നമ്മൾ എത്ര കാലം ശരീരത്തിനെ പുഷ്ടിച്ചിട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുക അത്രയും നമുക്ക് ബുദ്ധിമുട്ടാണ് മേളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് സോൾ പ്ലാറ്റ്ഫോമിൽ എത്താനായിട്ട്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സൈമൾട്ടേനിയസിൽ ഭൗതിക കാര്യങ്ങളും അതേപോലെ തന്നെ ആത്മീയ അറിവ് നേടിയെടുത്തിട്ട് ആത്മീയ രീതിയിലേക്ക് മുന്നോട്ട് പോകണം. അതിന് നിങ്ങളെ റേക്ക് സഹായിക്കും. പ്രാക്ടീസ് നല്ല രീതിയിൽ സാധന ചെയ്താൽ മതി. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം അതിനകത്താണ് 3 കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് ഞാൻ നോട്ട്സിൽ തന്നിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത്? സൂക്ഷ്മ ശരീരത്തിനകത്തുള്ളത് ആർക്കൊക്കെയാണ് വായിച്ചിട്ട് ഓർമ്മയുള്ളത്? ഓക്കെ, അപ്പോൾ സൂക്ഷ്മ ശരീരത്തിനകത്ത് 3 കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, ബുദ്ധി, നിത്യഹങ്കാരം. മനസ്സ്, ബുദ്ധി, മിഥ്യഹങ്കാരം. അപ്പൊ ഈ സൂക്ഷ്മ ശരീരമാണ് മരണത്തിന് ശേഷം വേറൊരു ശരീരം സ്വീകരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിനകത്തുള്ള അറിവുകളാണ്. ഈ സൂക്ഷ്മ ശരീരത്തിനകത്ത് നമ്മൾ ഹോൾ ലൈഫിൽ എന്താഗ്രഹിച്ചു, പ്രോമിനൻ്റ് ആയിട്ട് ആഗ്രഹിച്ചത് എന്താണോ, ഹോൾ ലൈഫിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്തു, ആക്ടിവിറ്റി ഇൻ ദ സെൻസ് പ്രോമിനൻ്റ് ആക്ടിവിറ്റി എന്ത് ചെയ്തോ, ആൻഡ് ഫൈനൽ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് എന്ത് ചിന്തിച്ചോ, അക്കോർഡിംഗ് ടു ദാറ്റ് ഒരു ബോഡി സ്വീകരിക്കും. അപ്പോൾ എന്താ വേണ്ടത്? ഈ മിഥ്യഹങ്കാരത്തിന് ഇല്ലാതാക്കുന്നതാണ് ആര്? നമ്മൾ റേക്കിയുടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മിഥ്യഹങ്കാരം കുറഞ്ഞ് അങ്ങ് പോകും. എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ പ്യുവർ കോൺഷ്യസ് എന്ന് പറഞ്ഞ സോൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. നമ്മളെ എത്തിക്കും. നമ്മുടെ ഈ സാധന നമ്മളെ സോൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കും, ആത്മാവിന്റെ തലത്തിലേക്ക്. അപ്പൊ 2 അനുഭൂതികളാണ്. ശരീരത്തിൽ ഇരിക്കുന്നിടത്തുള്ള ഒരു അനുഭൂതി വേറെയാണ്, ആത്മാവിന്റെ തലത്തിലെത്തുമ്പോഴത്തുന്ന അനുഭൂതി വേറെയാണ്. ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം സന്തോഷം, താൽക്കാലികമാണത്. ആത്മാവിന്റെ തലത്തിലെത്തുമ്പോൾ ആനന്ദമാണ്, അത് പെർമനൻ്റാ. 2 വിശന്നിട്ട് 2 ദിവസം ഭക്ഷണമൊന്നും കിട്ടാത്തൊരു വ്യക്തിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് സന്തോഷമായി. അത് ശരീരവുമായി ബന്ധപ്പെട്ടതാ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത്, സൂക്ഷ്മ ശരീരത്തിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന മിഥ്യഹങ്കാരം ഗ്രാജുവലി അത് ഡിമിനിഷ് ചെയ്തിട്ട് അത് ഇങ്ങനെ കുറഞ്ഞ് അഹങ്കാരം ഉണ്ടാവും. പക്ഷെ ആ അഹങ്കാരം എങ്ങനെയുള്ള അഹങ്കാരമാണ്? ശരിക്ക് ഞാൻ ആത്മാവാണെന്നുള്ളൊരു ബോധത്തിൽ വരുമ്പോൾ ഒരു അഹങ്കാരം, അതിൽ നിങ്ങൾ ആരെയും ദ്രോഹിക്കുന്നില്ല, അഹങ്കാരം നിങ്ങളെ ബാധിക്കുന്നില്ല. ആ മിഥ്യാഹങ്കാരം മാറിക്കഴിഞ്ഞുള്ള അഹങ്കാരം എന്ന് പറഞ്ഞാൽ, ആ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും പ്രേരിപ്പിക്കുക ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി, ആത്മീയ തലത്തിലേക്ക് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും. അത് തീരുന്നതോടുകൂടി പുതിയൊരു ജന്മം ഇല്ല, കംപ്ലീറ്റ്. പിന്നെ ജനന എന്ന് പറയുന്നില്ല, എന്ന് പുനരഭിജനനം, പുനരഭിമരണം, അതില്ല. നമ്മുടെ മരണത്തിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക സ്പിരിച്വൽ പവർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുക. നമ്മൾ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാല്ലേ, ചിലവർക്ക് വിഷ് ചെയ്യാറില്ലേ, ഐ വിഷ് യു എ ബ്ലിസ്ഫുൾ ഡേ എന്ന് പറയുന്നില്ലേ. ആ ഒരു ബ്ലിസ്ഫുൾ ഡേ എന്ന് പറയുന്നതാണ് ആനന്ദം. എപ്പോഴും ബ്ലിസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനകത്താണ് ഈ ചക്രകൾ മുഴുവനും കിടക്കുന്നത്. അപ്പോൾ ആ ചക്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ഒരു രൂപം കിടക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥവും കിടക്കുന്നുണ്ട്. എന്താണ് ചക്രകൾ? അപ്പോൾ ചക്രകൾ എന്ന് പറഞ്ഞാൽ ഒരു ചക്രം, വീൽ ആണെന്നുള്ളത് അതിൽ തന്നെയുണ്ട്, ചക്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അടുത്തത് പറയാനുള്ളത് ചക്രകൾ, വീൽ എന്ന് പറഞ്ഞു. അപ്പോൾ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണല്ലോ, വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാന ഈ 7 ചക്രകളും അതിനു പുറമെ ചെറിയ കുഞ്ഞു 108 കൂടുതൽ ചെറിയ ചക്രകളും ഉണ്ട്. പ്രധാന 7 ചക്രകളും അതിനു പുറമെ 108 വ്യത്യസ്തമായ കുഞ്ഞു ചക്രകളും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 26 ചക്രകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. 7 പ്രധാന ചക്രകളും 19 കുഞ്ഞു ചക്രകളും മാത്രം. ഇത് രണ്ടും ചേർത്തിട്ട് 26 സ്ഥാനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ചെറുതായിട്ടുള്ള 108 നമ്മൾ ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ടിട്ടുള്ള 7 പ്രധാന ചക്രകളും 19 ചെറിയ ചക്രകൾക്കാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്രകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ കറങ്ങുന്ന ഒരു വസ്തുവിന് കറങ്ങുന്ന ഒരു സ്വഭാവം, അതിനൊരു ശബ്ദവും കാണുമല്ലോ, ഉണ്ടാവുമല്ലോ. അംഗീകരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിനകത്ത് ഇപ്പൊ ഫാന് കറങ്ങുകയാണെങ്കിൽ ഹൈ സ്പീഡ് 5-ൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ശബ്ദം കേൾക്കാലോ. അതെ. അതേപോലെ തന്നെ ഇപ്പൊ കേൾക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതും കറങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ചെറിയൊരു ശബ്ദം നമുക്ക് കേൾക്കാനോ. അതേപോലെ തന്നെ ഗ്രൈൻഡർ വീട്ടിനകത്ത് അതിന് കുറച്ച് ശബ്ദം കൂടുതലാണ് അല്ലേ, അതൊന്നും നമുക്ക് കേൾക്കാം. അപ്പൊ ചക്രകൾ എന്ന് പറഞ്ഞ് എന്താണോ കറങ്ങുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സൗണ്ട്, ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇരിക്കുന്ന ചക്രകളെ ശബ്ദം കേൾക്കണ്ടേ? വേണോ? ലോജിക്ക് കേൾക്കണം. കേൾക്കണം. എത്ര പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു? കൈ റൈസ് ചെയ്ത്. നമ്മുടെ ശരീരത്തിനകത്ത് കറങ്ങുന്ന ചക്രകൾ നമുക്ക് കേൾക്കണമെന്ന് എല്ലാവരും കൈ പൊക്കി. അത് പൊക്കിയത് നമ്മുടെ എല്ലാവരും ഹാർട്ട് ബീറ്റ് കൊണ്ട് അറിയുന്നുണ്ടല്ലോ. എന്ത് ചക്രാസിന്റെ സൗണ്ട് ഇല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടല്ലോ. ഹാർട്ട് ബീറ്റോ? ഹാർട്ട് ബീറ്റ് അത് അവിടെ നിൽക്കട്ടെ, അത് വേറെ കാര്യം. അപ്പൊ ഈ ചക്രകൾ കറങ്ങുന്നതായിട്ടാണ് നമുക്ക് കേൾക്കേണ്ടത്. അതിന് ഇപ്പൊ എല്ലാവർക്കും കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചക്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എങ്ങനെയാണ് ഇത് ശരീരത്തിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇതിങ്ങനെ ഈ ഒരു പ്രതിഭാസം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും പ്രപഞ്ചവും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. ഒരുപാട് സാമ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരവും അതേപോലെ തന്നെ പ്രപഞ്ചവുമായിട്ടുണ്ട്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് കോമൺ ആയിട്ട് പറയുന്നതിന് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്ന് പറയുന്ന ആറ്റംസ് ഇല്ലേ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ പ്രപഞ്ചത്തിനകത്ത് പല പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്താണ്? പല പ്ലാനറ്റ്സുകളുണ്ട്. പല പ്ലാനറ്റ്സുകളും അതിൻ്റെതായ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും ഈ പ്രതിഭാസം, ഇത് എങ്ങനെയാണോ പ്രപഞ്ചത്തിൽ ഈ പ്ലാനറ്റ്സും ഓർബിറ്റിൽ കറങ്ങുക, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ശരീരം ഫെമിലിയറാണ്. യൂണിവേഴ്സും പ്രപഞ്ചവും അതെ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്തൊക്കെയുണ്ട്, ധാതുക്കൾ എന്തൊക്കെയുണ്ട്, അതെല്ലാം യൂണിവേഴ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ആ ഒരു ശബ്ദം. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനറ്റ്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ എത്താൻ വലിയ പാടാ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമാണിത്, ഭയങ്കര ശബ്ദമാണ്. അത് എത്രയോ കിലോമീറ്റർ ദൂരാണ്. ഇപ്പൊ ആസ്ട്രോനട്സ് ഒക്കെ പോയിട്ടുണ്ടല്ലോ, ഏത് ബഹിരാകാശ സഞ്ചാരികളായിട്ട് പോയിരിക്കുന്നത് പേടകത്തിലൊക്കെ. അവർക്കൊക്കെ അവരുടെ ആ ഒരു പേടകത്തിനകത്ത് അതിന്റെ ശബ്ദങ്ങളൊക്കെ അവർക്ക് കേൾക്കാനായിട്ട് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാനായിട്ടും കേൾക്കാനായിട്ടും സാധ്യമല്ല, എത്രയോ ദൂരമായതുകൊണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തും പ്രപഞ്ചത്തിൽ ഒരേ പ്രതിഭാസങ്ങളാണ് നടക്കുന്നത്. ഈ നമ്മുടെ 2 കൈകൾ ഈ തള്ളവിരൽ ഉപയോഗിച്ചിട്ട്, തമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കാനായിട്ട് പോണത്. ഓക്കെ. അപ്പൊ ഈ ശബ്ദം കേൾക്കാനായിട്ട് പോണത് നമ്മൾ ഈ 2 തമ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാതിന്റെ ദ്വാരങ്ങൾ ഉണ്ടല്ലോ, ഇയർ ഹോൾസ്, അതിനോട് ചേർന്നിട്ടുള്ള ഒരു മാംസത്തിന്റെ ഒരു പീസ് ഇല്ലേ, എല്ലാവർക്കും ഉണ്ട് ഒരു പീസ്, ഒരു മാംസതുണ്ടം ഈ കാതിന് ചേർത്തിട്ടുള്ള. അതിനെയും ചേർത്തിട്ട് അടച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്, ശബ്ദം കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനാണ് ഇത് അടച്ചു പിടിക്കുന്നത്? സൗണ്ട് പ്രൂഫ് ആക്കി വെക്കാൻ വേണ്ടി. പുറമേയുള്ള ശബ്ദം നമ്മുടെ കാതിനകത്ത് കയറുമ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കേട്ടത് ശരിയാണോ എന്നുള്ള തോന്നലും കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ സൗണ്ട് പ്രൂഫ് ചെയ്തിട്ട് ഈ 2 തള്ളവിരൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് എന്താണോ ശബ്ദം അത് കേൾക്കാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ 3-4 കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. എന്താണ് കേൾക്കാനായിട്ട് സാധിക്കുക? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് ഫാന് കറങ്ങുന്ന രീതിയിലുള്ള ഒരു ശബ്ദമായിരിക്കും. ഹൈ സ്പീഡിൽ ഞാൻ പറഞ്ഞ പോലെ 5-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂളിച്ച ഫാനിൻ്റെ അതുപോലെ ആയിരിക്കും. ഒന്നത്. സെക്കൻഡ് തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറത്ത് വൈകിട്ട് പ്രത്യേകിച്ചിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ തിരമാലകൾ വരുമ്പോൾ ആ തിരകളുടെ ഒരു ഇരമ്പലുണ്ടല്ലോ, അതുപോലെയുള്ളൊരു ശബ്ദമായിരിക്കും. ഓക്കെ. പിന്നെ വേവ്സ് വൈകിട്ട് പ്രത്യേകിച്ചിട്ട്, കാരണം ഭയങ്കര തിരയായിരിക്കും. മൂന്നാമത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ, ഒരു എക്കോ കേൾക്കുന്നത് പോലെ ഉണ്ടാവും. പണി തീരാത്ത വീടാവട്ടെ അല്ലെങ്കിൽ ഒരു ഗുഹയ്ക്കൊക്കെ അകത്ത് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അതിങ്ങനെ മൾട്ടിപ്പിൾ ടൈമായിട്ട് അതിങ്ങനെ കേട്ട്
എക്കോ ആയിരിക്കാം. ഇനി അതല്ല, ചിലവർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടണ ശബ്ദം പോലെയുള്ളത് കേൾക്കും. എന്തൊക്കെയോ പൊട്ടണത് രീതിയിലുള്ളൊരു ശബ്ദമായിരിക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ. ചിലവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ വേറെ പുതിയ പുതിയ അനുഭവങ്ങൾ എന്തുണ്ട്. കോമൺ ആയിട്ടാണല്ലോ ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുക. റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് എത്ര പേർക്കൊക്കെ ശബ്ദം കേൾക്കാനായിട്ട് സാധിച്ചു? എത്ര പേർക്ക് ശബ്ദം കേൾക്കാനായിട്ട് സാധിച്ചു? ശബ്ദം കേട്ടു സർ. ഓക്കെ, കേട്ടു ശബ്ദം സർ. കേൾക്കാനായിട്ട് സാധിച്ചു. ഗുഡ്, വെരി ആ ഗുഡ്. അപ്പോൾ എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ ഫാന് കറങ്ങുന്നത് പോലെ തോന്നി? ഇനി അതല്ല, കടലിൻ്റെ ഇരുമ്പൽ പോലെ തോന്നി, എക്കോ പോലെ ഉണ്ടായി, അല്ലെങ്കിൽ പൊട്ടണ ശബ്ദം, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആർക്കൊക്കെ എങ്ങനെ ഓരോരുത്തർക്കും പറയാം തോന്നിയതായിട്ട്? എനിക്കിങ്ങനെ യെസ്, പറഞ്ഞോളൂ. സാറേ എനിക്ക് കടലിന്റെ ഇരമ്പൽ പോലെ തോന്നി ചെറിയ. ആ രീതിയിലാണ്. ഓക്കെ, ആ. ഗുഡ്, വെരി ഗുഡ്. മറ്റുള്ളവർക്ക് സാറേ ആ ശബ്ദം പോലെയും തോന്നി, ചെറുതായിട്ട് പൊട്ടുന്നത് പോലെയും ഫീൽ ചെയ്തു. അങ്ങനെയും തോന്നി. ഓക്കെ, ഗുഡ്. അതെ, കടൽ ഇരുമ്പുന്നത് പോലെ. ഉണ്ട് അല്ലെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കടൽ കറിക്ക് പോയി ഇരുന്നിട്ട് ആ ഒരു ഇരുമ്പൽ കേൾക്കുന്നത് ആ തിരയുടെ ഇരുമ്പൽ ഉണ്ടാകുന്ന രീതിയിലുള്ളത്. കടലെരുമ്പുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് ഇങ്ങനെ നമ്മളുടെ ചെവിയിൽ വന്ന് മിടിക്കുന്ന പോലെ അങ്ങനെയും അങ്ങനെയും feel തോന്നി. അതെ, ആ. ഗുഡ്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. എക്സ്ട്രാ ചിലവർക്കൊക്കെ കളേഴ്സൊക്കെ കണ്ടതായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. നമ്മുടെ ശരീരത്തിനകത്ത് കറങ്ങുന്ന ചക്രകളുടെ ശബ്ദമാണ് നമുക്കത് കേൾക്കാനായിട്ട് സാധിച്ചത്. അപ്പം നമ്മളിത് നേരത്തെ ഇതിനെക്കുറിച്ച് നമുക്കാരും പറഞ്ഞു തന്നില്ല, നമുക്കതിനെ അറിയയില്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പ്രപഞ്ചവും നമ്മുടെ ശരീരവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഓക്കെ, അത് ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇതൊക്കെ പ്രപഞ്ചത്തിലും കിടക്കുന്നുണ്ട്. ആറ്റംസും നമ്മുടെ ശരീരത്തിലും അതാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് ടെക്നിക്സ്. ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കൊണ്ടുള്ള ഗുണം ഇതും പറഞ്ഞുതരാം. എങ്ങനെയാണോ റേക്കി എനർജി ബോൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഗുണം, അതേപോലെ തന്നെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി എത്ര പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിനകത്തുള്ള നെഗറ്റിവിറ്റിയെ പുറത്തേക്ക് തള്ളപ്പെടും. നെഗറ്റിവിറ്റീസൊക്കെ തള്ളപ്പെട്ടിട്ട് ഇത് എത്ര പ്രാവശ്യം ചെയ്യാം, നമ്മുടെ ഓറ ബലപ്പെട്ട് വരും, ചക്രാസ് ബാലൻസ് ആയിട്ട് വരും, അതുപോലെ ചക്ര എൻഹാൻസ് ആയിട്ട് കിട്ടും. പൂർവാധിക ശക്തിയിലേക്ക് അതെങ്ങനെയാണോ അത് നമ്മൾ ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിൽ 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ 15 വയസ്സിന് താഴെ 5നും 15നും ഇടയിലുള്ള കുട്ടികൾക്ക് നമുക്ക് സ്വയം ചെയ്തു കൊടുക്കാം. നമ്മൾ തന്നെ നമ്മുടെ 2 കൈകൾ ഉപയോഗിച്ചിട്ട് അവരുടെ കാതുകൾ അടച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലുള്ള എന്തെങ്കിലും നെഗറ്റിവിറ്റീസ്, ചില കുട്ടികൾക്കൊക്കെ ഈ ഫോബിയ, എക്സാം, പ്രത്യേകിച്ചിട്ട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിനോട് താല്പര്യക്കുറവ്, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ IQ വികസിക്കും, ഡെവലപ്പ് ചെയ്യും, പഠിക്കാനായിട്ടുള്ള താല്പര്യം കൂടി വരും. ഉത്സാഹക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ ഉത്സാഹക്കുറവ് മാറിയിട്ട് ഉത്സാഹം ഉള്ള രീതിയിലേക്ക് വരും. അതുമാത്രമല്ല, എന്തെങ്കിലും രീതിയിലുള്ള ചൈൽഡ് ട്രോമ ആ കുട്ടിയുടെ മനസ്സിനകത്ത് ഈ ലൈഫിലാവട്ടെ അല്ലെങ്കിൽ പ്രീവിയസ് ലൈഫിലാവട്ടെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഈസിലി പോകും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നമുക്ക് തന്നെ ചെയ്തെടുക്കാം. വലിയവരാണെങ്കിൽ 15ന് മേലെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്തോട്ടെ, എക്സ്പീരിയൻസ് ചെയ്യാം. 5ന് താഴെ ചെയ്യണ്ട. 5ന് താഴെയുള്ള കുട്ടികളെ വെറുതെ വിട്ടേക്കണം. കാരണം അവരുടെ ഇളം പ്രായം എന്ന് പറയുന്ന സമയമാണ്, മാലിന്യങ്ങളൊന്നും വരാത്തൊരു പ്രായം അതൊക്കെ. അതുകൊണ്ടാണ് എന്താ പറയുക, ശാസ്ത്രങ്ങൾ പറയുന്നത്, ഇപ്പം ചാണക്യ പണ്ഡിതൻ പറയുക, ചാണക്യ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, അദ്ദേഹത്തിൻ്റെ ചാണക്യ നീതിനകത്ത് പറയുന്നുണ്ട്, 5 വയസ്സ് വരെയുള്ള കുട്ടികളെ ലാളിച്ച് വളർത്തുക, സ്നേഹിച്ചിട്ട് ലാളിച്ചിട്ട് വളർത്തുക. 5നും 15നും ഇടയിലുള്ള പ്രായത്തിൽ ശാസിച്ചിട്ട് തന്നെ വളർത്തണം.
ശാസിക്കുക. വെറുതെ എല്ലാത്തിനും ശാസിക്കുക എന്നല്ല. എവിടെയാണോ ശാസിക്കേണ്ടത് അവിടെ ശാസിച്ച് വളർത്തുക. പിന്നെ 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഹൃത്തിനെ പോലെ മക്കളെ കൂടെ നിൽക്കണം. 5 വയസ്സ് വരെ ലാളിച്ച് വളർത്തുക, 5 മുതൽ 15 വരെ ശാസിച്ച് വളർത്തുക, 15 മേലെ സുഹൃത്തിനെ പോലെ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ചെയ്യണ്ട, അവരെ വെറുതെ വിട്ടേക്കും. അവരുടെ എന്താ പറയുക, ടെൻഡർ ഏജ് അത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചക്രകളിൽ ഉള്ളത്. സർ മിഥുനാണ്. എന്താ പറഞ്ഞോ മിഥുൻ? സാറേ, ഈ സെഷൻ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് സാറൊന്ന് വിളിച്ചോട്ടെ. വിളിക്കാനോ? എന്നെ വിളിക്കാം, കൂടെയും പറ്റുമോ? എന്നെ വിളിക്കാം. വിളിച്ചോളൂ. വിളിക്കും. പേഴ്സണൽ ആയിട്ടൊരു കാര്യം. ഓക്കെ, വിളിച്ചോളൂ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് സർ. സർ ഗുഡ് നൈറ്റ്.